കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഗംഭീര കൊള്ള വളരെ ആസൂത്രിതമായി സർവരുടെയും കണ്ണിൽ പൊടിയിട്ട് അന്വേഷണ സംഘങ്ങളുടെയും പോലീസിൻ്റെയും ഒക്കെ കണ്ണിൽ പൊടിയിട്ട് വളരെ ഗംഭീരമായും ആസൂത്രിതമായി നടത്തിയ കൊള്ളയാണ് കഴിഞ്ഞ രാത്രി തൃശ്ശൂരിൽ അരങ്ങേറിയത്. ഏകദേശം 23.5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള അല്ലെങ്കിൽ ആ പരിധിക്കുള്ളിൽ നിൽക്കുന്ന 3 ATMകൾ 3 ATMിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ തുകയാകട്ടെ ഏകദേശം 66 ലക്ഷം രൂപയും. ഈ കൊള്ളസംഘം ആരാണ്? ഇവർ എവിടെ നിന്ന് വന്നു? ഇവരുടെ ഓപ്പറേഷൻ രീതികൾ എങ്ങനെയാണ്? ഏറെ കൗതുകവും ഉദ്വേഗവും ജനിപ്പിക്കുന്നതാണ് ഈ ഗ്യാങ്ങിനെ കുറിച്ചുള്ള വാർത്തകൾ. ഈ ഗ്യാങ് ആരാണ്, എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയതോ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയും. ആ കഥകൾ നമുക്ക് ഇങ്ങനെ നറേറ്റ് ചെയ്യാൻ പറ്റും. ചെന്നൈയിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹരിയാനയിൽ നിന്നുള്ള ഈ മോഷണ സംഘം എത്തുന്നത്. 2 പേർ ട്രക്കിൽ, അതായത് ഒരു ലോറി ഡ്രൈവറും ഒരു കിളിയും, 3 പേർ കാറിൽ, 2 പേരാകട്ടെ ചെന്നൈയിലെത്തിയത് വിമാനത്തിൽ. തുടർന്ന് ഇവർ 5 പേർ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് കാറിൽ എത്തുന്നു. എന്നിട്ട് കൃത്യമായി ATM കൗണ്ടറുകൾ ലൊക്കേറ്റ് ചെയ്യുന്നു. ലൊക്കേറ്റ് ചെയ്യുന്ന ATM കൗണ്ടറുകൾ ഇവർ മനസ്സിലാക്കുന്നത് വളരെ തന്ത്രപരമായാണ്. ഒന്ന്, ATM കൗണ്ടറുകളുടെ ഓപ്പോസിറ്റ് സൈഡിലോ, അതായത് എതിർവശത്തോ വശങ്ങളിലോ മറ്റ് സ്ഥാപനങ്ങളുടെ ക്യാമറകൾ, CCTV ക്യാമറകൾ ഉണ്ടോ എന്ന് ഇവർ പരിശോധിക്കും. ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ATM കൗണ്ടർ മാർക്ക് ചെയ്യും. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്, ATM കൗണ്ടറുകളിൽ കാശ് നിറയ്ക്കുന്നത് എപ്പോഴാണ് ഇവർ വാച്ച് ചെയ്യും. കാശ് നിറയ്ക്കുന്നത് തലേ ദിവസമാണെങ്കിൽ ആ രാത്രി മോഷണം നടത്തിയാൽ കൂടുതൽ തുക ഇവർക്ക് ലഭിക്കും. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് തൃശ്ശൂർ ജില്ലയിലെ 3 ATM കൗണ്ടറുകൾ. അത് ഏതൊക്കെയാണ് നോക്കാം. മാപ്രാണം, നായ്ക്കനാൽ, കോലായി, ഈ സ്ഥലങ്ങളിലുള്ള ATM കൗണ്ടറുകളാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തത്. ഈ ലൊക്കേറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പിൻ്റെ സഹായമൊക്കെ ഈ കൊള്ളസംഘം തേടിയിരുന്നു. എന്നിട്ട് SBIയുടെ ബ്രാഞ്ചിലുള്ള ATM കൗണ്ടറുകളാണ് ലൊക്കേറ്റ് ചെയ്തത്. ATM കൗണ്ടറിനകത്തുള്ള CCTV ക്യാമറ ഇവരെങ്ങനെയാണ് പ്രവർത്തനരഹിതമാക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങും, മുഖം മറച്ചിരിക്കും. അയാൾ കരിയോയിലോ അല്ലെങ്കിൽ കറുത്ത പെയിൻറ്റോ കൊണ്ട് ഈ ക്യാമറയിൽ സ്പ്രേ ചെയ്യുന്നു. അങ്ങനെ ക്യാമറ അന്ധനാകുന്നു. തുടർന്നാണ് ഓപ്പറേഷൻ തുടങ്ങുക. ഓപ്പറേഷൻ വളരെ സാങ്കേതിക സംവിധാനങ്ങളുള്ള അത്യാധുനികമായ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATM മെഷീൻ തകർക്കുന്നത്. ഈ മെഷീന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചിലതിനകത്ത്, ഈ ഇരുമ്പ് പാളിക്കകത്ത് കോൺക്രീറ്റ് പാളി ഉണ്ടാകും. കോൺക്രീറ്റ് പാളി ഉണ്ടെങ്കിൽ ഗ്യാസ് കട്ടർ കൊണ്ട് അത്ര വേഗം അത് പൊളിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവർ ഇങ്ങനെയുള്ള മെഷീനുകൾ പൊളിക്കുന്നതിൽ അതിവൈദഗ്ധ്യം നേടിയവരാണ്. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യത്തെ മാപ്രാണം ATM കൗണ്ടറിൽ തെഫ്റ്റ് നടക്കുമ്പോൾ, കൊള്ള നടക്കുമ്പോൾ അലാറം മുഴങ്ങി. അലാറം പോലീസിന് നിർദ്ദേശം നൽകി. അങ്ങനെ ഈ മോഷണ സംഘം, മോഷ്ടാക്കൾ അവിടെ നിന്ന് പോയി 20 മിനിറ്റിനുള്ളിൽ പോലീസ് സംഘം അവിടെ എത്തി. ഏകദേശം 1 മണിക്കൂറും 48 മിനിറ്റ് കൊണ്ട് ഈ കൊള്ളസംഘം, 5 അംഗ സംഘം, ഈ 3 ATMും കൊള്ളയടിച്ച് തുകയുമായി കടന്നു. കാറുമായി ഇവർ ഊടുവഴികളിലൂടെ NHലെത്തി NHൽ പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിൽ കാറ് കയറ്റുന്നു. കാറിനുള്ളിൽ തന്നെ ഈ 5 പേരും തുടരുന്നു. ഇതാണ് ഓപ്പറേഷൻ, ഇവർ നടത്തിയ ഓപ്പറേഷൻ. തുടർന്ന് വണ്ടി പാസ് ചെയ്തു പോയി. പോലീസുകാർ അന്തം വിട്ടു നിന്നു. എങ്ങനെയാണ് ഇവരെ എങ്ങനെ പിടിക്കും? ഒരു സൂചനയുമില്ല, വാഹനത്തിൻ്റെ സൂചനയില്ല. കാറ് വന്നു പോയതിൻ്റെ CCTV ദൃശ്യം ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ മറ്റു വിവരങ്ങളില്ല. അപ്പോഴാണ് സിറ്റി പോലീസ് കമ്മീഷണറായ ആർ ഇളങ്കോയ്ക്ക് ഒരു ഓർമ്മ വരുന്നത്. അദ്ദേഹം കണ്ണൂർ SP ആയിരുന്ന സമയത്ത്, അതായത് 3 വർഷം മുമ്പ്, അവിടെ ഒരു ATM കവർച്ച നടന്നിരുന്നു. ആ കവർച്ചാ സംഘത്തെ ഹരിയാനയിൽ നിന്നാണ് അന്ന് പോലീസുകാർ പിടിച്ചത്. അവരെ പിടിച്ച് മൊഴിയെടുത്തപ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചപ്പോൾ ആ പ്രതികൾ സമ്മതിച്ച ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇവർ കാറിൽ വരുന്നു, മോഷണം നടത്തുന്നു, കണ്ടെയ്നർ ലോറിയിൽ കാറ് കയറ്റി പോകുന്നു. ഇതാണ് അവരുടെ ഓപ്പറേഷൻ രീതി. ആ ഗ്യാങ്ങിന് ഒരു പ്രത്യേക പേരുമുണ്ട്. ആ സ്ഥലപ്പേരിലാണ് അവരറിയപ്പെടുന്നത്. മേവാത്തി ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത്. മേവാത്തി ഹരിയാനയ്ക്കും രാജസ്ഥാനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് മേവാത്തി. വ്യാവസായിക മേഖലയാണ്, നമ്മുടെ ഒരു പ്രത്യേക സോണാണ്. ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലം. അവിടെ നിന്ന് നിരന്തരം ട്രക്കുകൾ കേരളത്തിലോട്ടും മറ്റ് സ്റ്റേറ്റുകളിലോട്ടും പോകാറുണ്ട്, പല സാധനങ്ങൾ കയറ്റി പോകാറുണ്ട്. അതാണ് ഇവരുടെ ഒരു പിടിവള്ളി. ഇവർക്ക് ട്രക്ക് ഡ്രൈവർമാരുമായി നല്ല കണക്ഷനുണ്ട് ഈ ഗ്യാങ്ങിന്. ഇവർ ആദ്യം ചെയ്യുന്നത്, മോഷണത്തിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് പരിശീലനമാണ്. ATM കൗണ്ടറുകൾ തിരഞ്ഞെടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു. ഇവർക്ക് പരിശീലനം സിദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ബാങ്കുകൾ പഴയ ATM മെഷീനുകൾ ലേലത്തിൽ വിൽക്കുന്ന ഒരു സംഭവമുണ്ട്. കാരണം പുതിയ മെഷീൻ അവിടെ കൗണ്ടറിൽ സ്ഥാപിക്കുമ്പോൾ പഴയത് അവർ ലേലത്തിൽ വിറ്റ് കഴിയും. കുറേ മെഷീൻ ഒരുമിച്ചായിരിക്കും വിൽക്കുകയൊക്കെ. അങ്ങനെ ലേലത്തിൽ വിൽക്കുന്ന സമയത്ത് ഈ ഗ്യാങ്ങിൽപ്പെട്ട ആളുകൾ അവിടെ എത്തുകയും ചെറിയ തുകയ്ക്ക് ATM മെഷീൻ സ്വന്തമാക്കുകയും ചെയ്യുന്നു.
എന്നിട്ട് ഇതെങ്ങനെ പൊട്ടിക്കാം, എങ്ങനെ പൊളിക്കാം ഇവർ ഇതിൽ പരിശീലിക്കുന്നത്. അങ്ങനെ 200ഓളം ആളുകൾ, 200ഓളം കൊള്ളക്കാർ ഈ മേവാത്തിയിലുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 10 പേരിൽ താഴെയുള്ള സംഘങ്ങളായി, ചെറു സംഘങ്ങളായാണ് മോഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. 200-ൽ പല ആളുകളും ചിലപ്പോൾ ജയിലിലായിരിക്കും. ഒരു ബാച്ച് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ അടുത്ത ബാച്ച് ജയിലിൽ കയറുന്നു, ഒരു ബാച്ച് മോഷണത്തിന് പോകുമ്പോൾ ഒരു ബാച്ച് ജയിലിനകത്തായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ രീതി. മേവാത്തിയിൽ ചെന്ന് മോഷ്ടാക്കളെ പിടികൂടുകയും ശ്രമകരമായ ജോലിയാണ്. അന്ന് ഹരിയാനയിൽ പോയ ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം, ശ്രമകരമായ ദൗത്യമാണ് ഇവരെ പിടികൂടുക എന്നത്. കാരണം അവരൊരു വലിയ ഗ്യാങ്ങാണ്, അവരുടെ ഏരിയയിൽ ചെന്ന് അവരെ പിടിച്ചുകൊണ്ടുവരികയും പ്രയാസമാണ്. എന്നാൽ തൃശ്ശൂരിൽ ഇളങ്കോ ഇത് മനസ്സിലാക്കിയ ഉടനെ മേവാത്തി ഗ്യാങ് ആയിരിക്കും, ഇവരുടെ കാറ് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് പിന്നെ അപ്രത്യക്ഷമായി, അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഈ കാറ് ഇവർ ട്രക്കിനുള്ളിൽ കയറ്റിക്കൊണ്ട് പോയതായിരിക്കാം എന്നൊരു സംശയം ഇളങ്കോയ്ക്ക് തോന്നി. ഇളങ്കോ ഉടനെ തമിഴ്നാട് പോലീസിന് വിവരം കൈമാറി. നിങ്ങൾ കാറുകൾ മാത്രമല്ല, കേരളത്തിൽ നിന്ന് അതിർത്തി കടന്നു വരുന്ന കണ്ടെയ്നർ ലോറികളും, അതായത് ട്രക്കുകളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന്. അപ്പോൾ പോലീസ് സജീവമായി, തമിഴ്നാട് പോലീസും സജീവമായി. കേരള ബോർഡർ കടന്നു വരികയാണ്, ഒരു ട്രക്ക് വരികയാണ്. നിരവധി ട്രക്കുകൾ പാസ് ചെയ്ത് പോകുന്നു, എല്ലാ ട്രക്കുകളും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രക്ക് കണ്ടപ്പോൾ, പോലീസിനെ കണ്ടപ്പോൾ ട്രക്ക് ഡ്രൈവർ ഒന്ന് ഭയന്നിരിക്കണം. പോലീസ് ചെക്കിംഗ് കണ്ടപ്പോൾ അയാൾ വണ്ടി ഒന്ന് വേഗത്തിലാക്കി, ഒരു ചെറിയ അപകടം സംഭവിക്കുന്നു. പോലീസ് കണ്ടിട്ട് വണ്ടി നിർത്താതെ പോകുമ്പോൾ പോലീസ് ഈ വണ്ടിയെ ചേസ് ചെയ്ത് ഈ വണ്ടി പിടികൂടും. നാമക്കലിനടുത്ത് വെച്ച് വണ്ടി കസ്റ്റഡിയിലെടുത്ത പോലീസ് കണ്ടെയ്നർ തുറന്നു നോക്കാനൊന്നും നിന്നില്ല. അപകടത്തിൽപ്പെട്ടു എന്നത് മാത്രമാണ് പ്രഥമ ദൃഷ്ടിയ ഈ ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം. അയാളെയും വണ്ടിയെയും ക്ലീനറെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ അകത്തിരുന്ന പോലീസുകാർക്ക്, അപ്പോൾ കണ്ടെയ്നറിനകത്ത് പോലീസുകാരുണ്ടല്ലോ, അതായത് ഈ ഡ്രൈവർ ക്യാബിനുള്ളിൽ പോലീസുകാരുമുണ്ട്. പോലീസുകാർ ശ്രദ്ധിക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു കുലുക്കം കേൾക്കുന്നു, ഒരു മുഴക്കം. സാധാരണ കാലിവണ്ടികളിൽ അങ്ങനെ മുഴങ്ങാറില്ലല്ലോ. അപ്പോൾ വണ്ടിക്കകത്ത് എന്തോ ഉണ്ട് എന്ന് പോലീസിന് സംശയം തെറ്റി. പോലീസ് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തിയിട്ട് വണ്ടി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വണ്ടി പരിശോധിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ഡ്രൈവർ ഇറങ്ങി ഓടുന്നു. ക്ലീനറെ കസ്റ്റഡിയിലെടുക്കുന്നു. ഡ്രൈവർ ഇറങ്ങി ഓടുകയും ദൂരെ മാറി നിന്ന് പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ആ ഷൂട്ടൗട്ടിൽ അയാൾ കൊല്ലപ്പെട്ടു. ആ ഡ്രൈവറാണ് കൊല്ലപ്പെട്ടത്. 37-കാരനാണ്, അയാൾ കൊല്ലപ്പെട്ടു. ക്ലീനറെ കൊണ്ട് വണ്ടി തുറപ്പിക്കുന്നു. ഇത് കണ്ടെയ്നർ ലോറിയുടെ പുറകിലുള്ള വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുന്ന നിമിഷം തന്നെ അപ്രതീക്ഷിതമായി ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തുകയാണ് ഈ സംഘം. അതെങ്ങനെയാണ് ആക്രമണം? കത്തി കൊണ്ട് 2 പോലീസ് ഉദ്യോഗസ്ഥരെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഈ സംഘം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് വീണ്ടും പോലീസ് വെടിവെക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു. രണ്ടാമത് ഒരു കൊള്ളസംഘത്തിൽപ്പെട്ട ഒരാളുടെ 2 കാലുകൾക്കുമാണ് വെടിയേറ്റത്. അങ്ങനെ അയാളും നിലത്ത് വീഴുന്നു. മറ്റുള്ള ആളുകളെയൊക്കെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് കാറ് പരിശോധിച്ചു, ബാഗിനുള്ളിൽ പണം കണ്ടെത്തി. പോരാത്തതിന് എന്താണ് അവർ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അത്യാധുനിക തോക്ക്, കത്തി, ഇതൊക്കെയാണ് അവരുടെ കൈവശമുള്ളത്. ഈ പ്രതികളുടെ ആരെങ്കിലും പിടിക്കാൻ വന്നാൽ അവരെ അപ്പോൾ വകവരുത്തുക, തോക്ക് ഉപയോഗിക്കുക, കൊല്ലുക, രക്ഷപ്പെടുക. ഇതാണ് അവരുടെ മേവാത്തി ഗ്യാങ്ങിൻ്റെ ഓപ്പറേഷൻ. ഇത് കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നത് മുമ്പ് കണ്ണൂരിൽ നടന്നു. 2019 ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു കേസ് നടന്നു. ഈ മേവാത്തി ഗ്യാങ്ങിനെ പലപ്പോഴും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇവരെ അങ്ങ് ഒറ്റയടിക്ക് 200ഓളം പേരെയും പിടിച്ചകത്തിടാൻ പോലീസിന് കഴിയില്ല. കാരണം പലരും നല്ല കുട്ടികളായി ആയിരിക്കും, സമൂഹത്തിൽ അവർക്ക് ഒരു നിലയും വിലയൊക്കെ ഉണ്ടെന്നുള്ള ധാരണയിലായിരിക്കും മറ്റ് സമൂഹത്തിലുള്ള ആളുകൾ കാണുന്നത്. ഇവർ മോഷ്ടിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അങ്ങനെ വളരെ സമ്പന്നതയുടെ തിളക്കത്തിലായിരിക്കും ഇവർ പോകുന്നത്. അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് വെറുതെ ഇടാൻ പറ്റില്ല. തെളിവ് സഹിതം, തൊണ്ടി മുതൽ സഹിതം പിടിച്ചാൽ മാത്രമേ ഇവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. പിന്നെ ജയിൽ ശിക്ഷ എന്ന് പറയാൻ അധികകാലം ജീവപര്യന്തമൊന്നും ലഭിക്കാനിടയില്ല. കൊലപാതകം, മോഷണ കേസായതുകൊണ്ട് അതിൻ്റെതായ ഫോർമാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷാ കാലാവധിയും കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങും. ഇതൊക്കെയാണ് നടക്കുന്നത്. കുറ്റപത്രം യഥാസമയം നൽകിയില്ലെങ്കിലും പ്രതികൾ പുറത്തിറങ്ങും. ഇപ്പോൾ തമിഴ്നാട് പോലീസ് ഏറ്റുമുട്ടലിൽ ഒരാളെ വകവരുത്തി ഈ പ്രതികളെ പിടിച്ചു. ഈ കേരള പോലീസിന് പ്രതികളെ ഹാൻഡ് ഓവർ ചെയ്യണം. ഈ തുക കോടതിയിൽ നിന്ന് ബാങ്കിന് കിട്ടണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഏതായാലും തമിഴ്നാട്ടിലെ ഏറ്റുമുട്ടൽ കൊല, കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് 12 ഏറ്റുമുട്ടൽ കൊലകളാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഇതുകൂടിയാകുമ്പോൾ 13 ഏറ്റുമുട്ടൽ കൊലകളും തമിഴ്നാട് നടക്കുന്നു. അങ്ങനെ കേരളത്തിലെ കൊള്ളയും തമിഴ്നാട്ടിൽ രക്തച്ചൊരിച്ചിലും സംഭവിച്ച ആദ്യ മോഷണം, ആദ്യ വമ്പൻ കൊള്ളയായി തൃശ്ശൂർ ATM കവർച്ച മാറുകയാണ്. ഇത് നടുക്കം സൃഷ്ടിക്കുന്നതാണ്. നമ്മൾ നടുങ്ങേണ്ടതാണ്, ജാഗ്രത ഇരട്ടിപ്പിക്കേണ്ടതാണ്, സുരക്ഷയും വർദ്ധിപ്പിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.